ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിശുദ്ധമായ മുത്ത് ഹബീബിൻ്റെ 1500-ാം ജന്മദിനമാണ് അടുത്ത വർഷം. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന 1500-ാം ജന്മദിന ആഘോഷം പരിപാടികൾ ഇന്നലെ ദാറുസുന്നയിൽ പ്രഖ്യാപനം നടത്തി. അതിൻ്റെ ഭാഗമായി ഹബീബിനെ പറ്റി അല്പം ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം വരെ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം. അള്ളാഹു കബൂലാക്കട്ടെ. അക്കല യൗമൻ റത്തുബ്. അള്ളാൻ്റെ ഹബീബ് ഒരിക്കൽ ഒരു ദിവസം ഈത്തപ്പഴം ഇങ്ങനെ തിന്നുക. ഈത്തപ്പഴം തിന്നുമ്പോൾ വലത്തെ കയ്യിൽ ഈത്തപ്പഴം, വക്കാന യഹ്ഫുലുൻ നവാ ഫി യസാരിഹി, തിന്നതിൻ്റെ കുരു ഇടത്തെ കയ്യിലും. അങ്ങനെ തിന്നുകൊണ്ടിരിക്കെ ഫമറത്ത് ഷാത്തുൻ, ഒരാട് ആ വഴിയിലങ്ങ് നടന്നു വന്നു. ഒരാട് ഫഅശാറ ഇലൈഹ ബിൻ നവാ. ഹബീബ് നമ്മളെ ആടുകളെ എങ്ങനെ വിളിക്കൽ? നിങ്ങളെങ്ങനെ വിളിക്കൽ? ഞങ്ങൾ നാന്നാ വിളിക്കൽ അല്ലേ? നിങ്ങളോ? അങ്ങനെ ഹബീബ് ആ കുരു ആ ആടിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ആങ്ങി കാണിച്ചു. ഫജഅലത്ത് തഅകുലു മിൻ കഫിഹിൽ യുസ്റ. ആ ആട് അവിടെ വന്ന് തിന്നാൻ തുടങ്ങി. ഹബീബിന് ഇടം കൈയിൽ തിന്നാൻ തുടങ്ങി. വഹുവ യഅകുലു ബി യമീനിഹി. ഹബീബാണെങ്കിലോ വലം കൈ കൊണ്ട് ഈത്തപ്പഴം കഴിക്കുന്നു, അതിൻ്റെ കുരു ഇടം കൈയിൽ നിന്ന് ആടും കഴിക്കുന്നു. സ്റ്റാറ്റസിനെതിരൊന്നുമല്ലത്. ഹബീബ് റഹ്മത്തുൽ ലിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഹത്താ ഫറഗ വൻസറഫത്തി ഷാത്തു. അങ്ങനെ ആ കുരുവൊക്കെ തിന്ന് ആട് പോയി. ഒരു സാധാ മനുഷ്യനായി ജീവിച്ചു. പക്ഷേ സാധാ മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലെ സാധാ മനുഷ്യനല്ല. യൂഹാ ഇലയ്യ, എന്നിലേക്ക് ദിവ്യ സന്ദേശം അറിയിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഹബീബിനെ പറ്റി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് മഹബത്ത് വരും. ആ മഹബത്ത് വന്നാൽ പിന്നെ നമുക്ക് പിന്നാലെ നമ്മളെ തുണിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു തആല കൂടുതൽ പഠിക്കുവാനും അറിയുവാനും അങ്ങനെ ഇത്തിബാഅോടുകൂടി ജീവിക്കാൻ നമുക്ക് റബ്ബ് തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാഹി.